ഈ വരികൾ പ്രശസ്തമായ ജ്ഞാനപ്പാനയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ജീവിത രഹസ്യങ്ങൾ വളരെ ലളിതമായി ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ കാലങ്ങൾക്ക് മുൻപേ എഴുതി വെച്ച കവിയാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. ഇന്നത്തെ വീഡിയോയിൽ പൂന്താനം ഇല്ലം നമുക്ക് കാണാം. പെരിന്തൽമണ്ണയിൽ നിന്ന് നിലമ്പൂർക്ക് പോണ വഴി കീഴാറ്റൂർ എന്ന സ്ഥലത്താണ് ഈ ഇല്ലം ഉള്ളത്. ഇവിടെ വരുമ്പോൾ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെയാണ് ഇട്ടത്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഇല്ലം ഇരിക്കുന്നതിൻ്റെ എതിർവശത്തായിട്ട് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അത് ഈ തറവാട്ട് വക ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ചെന്ന സമയത്ത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തത് റോഡ് സൈഡിൽ തന്നെയാണ്. ഗേറ്റ് കടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കണം. അപ്പോഴാണ് നമ്മൾ ഇല്ലത്തിലെത്തുക. ചെല്ലുമ്പോൾ തന്നെ കുറേ വർഷം പഴക്കെത്തിയ പടിപ്പുര കാണാം. നമ്മൾ ശരിക്കും ഇല്ലത്തിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് കടന്ന് ചെല്ലണത്. ഞങ്ങൾ ഈ കടന്ന് ചെല്ലുമ്പോഴത്തെ ആ ഒരു വ്യൂ മാത്രമേ ഇല്ലത്തിൻ്റെ എൻ്റെ വീഡിയോയിലുള്ളൂ. എന്താ വെച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇല്ലത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ രേഖാമൂലമുള്ള അറിയിപ്പൊക്കെ വേണം എന്നൊക്കെയുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ഇനി നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പടിപ്പുര. കുറേ വർഷം പഴക്കമുള്ള പടിപ്പുരയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. തിരുമാന്നാങ്കുന്ന് ഭഗവതിയെ ഇല്ലത്തിനുള്ളിൽ കുടിയിരുത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പുണ്യസ്ഥലം കൂടിയാണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ പടിപ്പുരയുടെ അടുത്ത് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെ സന്ദർശന സമയമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയാണ്ടാണ് അവിടെ എത്തിയത്. കറക്റ്റ് 1 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ പ്രധാന ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഉള്ളിലേക്ക് കയറി അവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തു. ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇരിക്കുന്ന സ്ഥലം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ബാക്കി പടിപ്പുര, പത്തായപ്പുര, പിന്നെ ദേവസ്വത്തിൻ്റെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഇല്ലം അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോഴുണ്ട് അവിടുത്തെ കെയർ ടേക്കർ വന്നു. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാണ് വരണേന്നൊക്കെ. എറണാകുളത്തു നിന്നാന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ വാ കയറി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇല്ലം തുറന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി കണ്ടു. ഈ ഇല്ലം 2 നിലകളായിട്ടാണ്, 4 കെട്ടാണ് കേട്ടോ. ഉള്ളിൽ നടുമുറ്റവും ചെറിയ മുറികളൊക്കെ ഉണ്ട്. ചുറ്റും കുറേ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ കേൾക്കാമല്ലോ ചീവീടിൻ്റെ ശബ്ദം. അപ്പോൾ ശരിക്കും പ്രകൃതിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ. 500 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ഇല്ലത്തിന്. 1993 ഈ ഇല്ലം ഗുരുവായൂർ ദേവസ്വത്തിന് സമർപ്പിച്ചത്. അതുവരെ ഈ ഇല്ലത്തിനോട് അവകാശപ്പെട്ട ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ 93 അവർ ഇല്ലം ഫ്രീ ആയിട്ട് ദേവസ്വത്തിന് കൊടുത്തു. ചുറ്റുമുള്ള സ്ഥലം ദേവസ്വം പൈസ കൊടുത്ത് വാങ്ങി എന്നാണ് അറിഞ്ഞത് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അറിഞ്ഞത് ഇവിടുത്തെ തറവാട്ടമ്പലം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അതും കൂടി കയറി കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല, ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നിന്ന് തൊഴാമല്ലോ, പിന്നെ ഇത്ര ദൂരം വന്നതാണ്. അപ്പോൾ എന്തായാലും കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. 1547 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ എന്ന സ്ഥലത്ത് പൂന്താനം എന്ന ഇല്ലത്തിലാണ് പൂന്താനം നമ്പൂതിരിപ്പാട് ജനിച്ചത്. പൂന്താനം ശരിക്കും ഇല്ലപ്പേരാണ് കേട്ടോ. ചരിത്രരേഖകളിൽ ശരിക്കുള്ള പേര് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യാനായിട്ട് മുമ്പ് ഗൂഗിൾ ചെയ്ത് നോക്കി, അപ്പോഴും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇല്ലത്തിൻ്റെ ഉള്ളിൽ ജ്ഞാനപ്പാനയിലത്തെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോഴും അവിടെ ഓരോ തൂണിലും ജ്ഞാനപ്പാനയിലത്തെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ വരികളാണല്ലേ. പൂന്താനം നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്ന കാലത്ത്, അതായത് 1547 മുതൽ 1640 വരെയുള്ള കാലഘട്ടം, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരായ കവികളൊക്കെ വേദഭാഷയായ സംസ്കൃതത്തിലാണ് അവരുടെ ഓരോ കൃതികളും രചിച്ചിരുന്നത്. പക്ഷേ പൂന്താനം വളരെ ലളിതമായ മലയാള ഭാഷയിലാണ് കൃതികൾ രചിച്ചത്. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് കുറേ വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞ് പിറന്നത്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് ചോറൂണ് ദിവസം മരണപ്പെട്ടു. ആ ദുഃഖത്തിൽ നിന്നുണ്ടായതാണ് ജ്ഞാനപ്പാന. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന വരികളൊക്കെ അതിലുണ്ട്. വാത്സല്യഭക്തി നമുക്ക് ഈ വരികളിൽ കാണാൻ പറ്റും. ഈ കൃതികളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ പൂന്താനം മേൽപ്പത്തൂർ ഭട്ടത്തിരിയുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടോ ഇതിൽ നിന്നൊന്ന് നോക്കുമോ എന്ന് ചോദിച്ചു അത്രേ. മലയാളത്തിൽ എഴുതിയ കാവ്യം വായിക്കാൻ താല്പര്യമില്ലാതിരുന്ന ഭട്ടത്തിരി ആവശ്യം നിരസിച്ചു.
അപ്പോൾ ഭഗവാൻ അവതരിക്കുകയും പൂന്താനത്തിൻ്റെ ഭക്തിയും ഭട്ടതിരിയുടെ വിഭക്തിയും തുല്യമാണെന്ന് അരുളി ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇപ്പം നമ്മൾ കാണുന്ന അമ്പലം പൂന്താനം നമ്പൂതിരിയുടെ കുടുംബക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു തന്നെയാണെങ്കിലും പൂന്താനം പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്ന ഉണ്ണിക്കണ്ണനാണ് കൂടുതൽ പ്രശസ്തി. ഈ അമ്പലത്തിന് 1000 വർഷത്തിലധികം പഴക്കം കാണും. പൂന്താനത്തിന് വയസ്സായപ്പോൾ ഗുരുവായൂർക്ക് എല്ലാ മാസവും പോയി തൊഴാനായിട്ട് പറ്റാണ്ടായി. ആ സമയത്ത് ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് പൂന്താനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷനായി എന്ന് പറയുന്ന സ്ഥലത്ത് പൂന്താനം പ്രതിഷ്ഠിച്ച വെണ്ണകൃഷ്ണൻ്റെ വിഗ്രഹം ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഇടതുവശത്ത് കാണാം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 2 മണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല, പുറത്തുനിന്ന് തൊഴുതു. പിന്നെ ചുറ്റും പ്രദക്ഷിണം വെച്ചു. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് അമ്പലക്കുളം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഒരു സർപ്പക്കാവുണ്ട്, അവിടെ പോയി തൊഴുതു. പൂന്താനം ഇല്ലം ഗുരുവായൂർ ദേവസ്ഥത്തിന് കൈമാറിയ സമയത്ത് തന്നെ ക്ഷേത്രവും കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ കീഴിലാണ് അമ്പലം. ഗുരുവായൂർ ദേവസ്ഥത്തിന് നിലവിലുള്ള 12 കീഴേടങ്ങളിൽ ഗുരുവായൂർ പരിസരത്ത് സ്ഥിതി ചെയ്യാത്ത 2 ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ അമ്പലം. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, മേടമാസത്തിലെ വിഷു, ധനുമാസത്തിലെ കുചേല ദിനം, കുംഭമാസത്തിലെ പൂന്താന ദിനം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. കുംഭമാസത്തിൽ അശ്വതി നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ജ്ഞാനപ്പാനയിൽ അദ്ദേഹം ഇത് വിവരിച്ചിട്ടുണ്ട്. ആ ദിവസമാണ് ഗുരുവായൂർ ദേവസ്വം ഇന്ന് പൂന്താന ദിനമായിട്ട് ആചരിക്കുന്നത്. മരണസമയത്ത് ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് പോകണമെന്നാണ് പൂന്താനം ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ ആഗ്രഹം ഗുരുവായൂരപ്പൻ സാധിപ്പിക്കും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്വപ്നദർശനം ഉണ്ടായി, ഭഗവാൻ വരുന്ന നാളെ. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഇല്ലത്തെല്ലാവരോടും പറഞ്ഞു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. പോണ സമയം എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട് ഇല്ലത്തുള്ളവരൊക്കെ വിചാരിച്ചു ആൾക്ക് എന്തോ വട്ടുപോലെ ആയോ എന്ന്. ആ സമയത്തും ഭഗവാനോട് പൂന്താനം ചോദിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ കൊണ്ടുവരട്ടെ എന്നാണ്. അപ്പോൾ ഭഗവാൻ അത് സമ്മതിച്ചു. പക്ഷെ ആരും ഇല്ലത്തുനിന്ന് വരാനുണ്ടായില്ല. ഇല്ലത്തുണ്ടായിരുന്ന വൃദ്ധയായ വേലക്കാരി പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് പൂന്താനവും വേലക്കാരിയും അപ്രത്യക്ഷരായി. പൂന്താനത്തിൻ്റെ ദേഹം അപ്രത്യക്ഷമായ സ്ഥലത്ത് പിന്നീട് ഒരു കൃഷ്ണവിഗ്രഹം വെച്ചു. അത് ഇന്നും അവിടെ ഉണ്ട്. പൂന്താനം ഇല്ലം ജാതിമത വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റും കേട്ടോ. ആദ്യമൊക്കെ പെരിന്തൽമണ്ണ നിലമ്പൂർ റൂട്ട് പോകുമ്പോൾ പൂന്താനം ഇല്ലം എന്നെഴുതി ആ ബോർഡും ആ ഒരു ഗേറ്റും കാണാറുണ്ട്. അപ്പോൾ ഓർത്തിട്ടുണ്ട് കേട്ടോ, ഗുരുവായൂരിന്ന് ഇത്ര അകലെയാണോ പൂന്താനം ഇല്ലെന്ന്. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഗുരുവായൂർ അടുത്താണ് ഇല്ലെന്ന. എന്തായാലും ഭക്തകവിയായ പൂന്താനത്തിൻ്റെ ഇല്ലം പിന്നെ അമ്പലമൊക്കെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. അപ്പോൾ എല്ലാവർക്കും പൂന്താനം ഇല്ലവും പരിസരമൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, എല്ലാവർക്കും താങ്ക് യു.